ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നോളേജ് എന്തൊക്കെയാണെന്നുള്ളത് ആക്ച്വലി ഞാനൊന്ന് പറഞ്ഞുതരാം ഫ്രം മൈ എക്സ്പീരിയൻസ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടായിരിക്കണം. അതായത് വെബ്സൈറ്റ്, SEO, മെറ്റാ ആഡ് സ്ട്രാറ്റജിസ്റ്റ്, കോണ്ടന്റ് ക്രിയേഷൻസ്, കോണ്ടന്റ് റൈറ്റിംഗ്, അതുപോലെ തന്നെ വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, ഈ പറയുന്ന എല്ലാ മേഖലയിലും നോളേജ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് നീഷയിൽ അവർക്ക് വർക്ക് ചെയ്യാം. അതായത് ഒന്നല്ലെങ്കിൽ SEO അല്ലെങ്കിൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ മെറ്റാ ആഡ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ അവർക്ക് വർക്ക് ചെയ്യാം. ബട്ട് ഫ്രീലാൻസിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എല്ലാ മേഖലയിലും നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും ഒരു മേഖലയിൽ നോളജ് ഉണ്ടായി തുടങ്ങിയിട്ട് ബാക്കിയുള്ള സെഗ്മെന്റ്സിൽ, അതായത് ഫോർ എക്സാമ്പിൾ വീഡിയോഗ്രാഫർ ആൻഡ് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ ഔട്ട്സോഴ്സിങ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പോലും മേ ബി നമുക്ക് അവരുടെ പേയ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം റെമ്യൂണറേഷൻസ് ഭയങ്കര ബാധ്യതയാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻസിൻ്റെ നിന്ന് കിട്ടുന്ന അതേ എമൗണ്ട് ആയിരിക്കാം മേ ബി അവരുടെ പേയ്മെൻറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ക്ലാഷ് വരും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു നോളജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ആവുക എന്നുള്ളതാണ് ആക്ച്വലി ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളതാണെന്നല്ല, ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ മാർക്കറ്റർ ആയിരിക്കുക എന്നുള്ളതാണ് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുക.